ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു റീറ്റെയിൽ ഷോപ്പിൽ എങ്ങനെയാണ് ബില്ലിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ടാലിയിൽ എങ്ങനെയാണ് ഒരു റീറ്റെയിൽ ഷോപ്പ് ബില്ലിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രധാനമായും അവിടെ എന്താണ് ക്യാഷ് ബില്ലിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ക്യാഷ് ബില്ലിംഗ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. റീറ്റെയിൽ ഷോപ്പിലെ ബില്ലിംഗ് ആണ് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് GST ബില്ലിംഗ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കമ്പനിയിലെ GST എനേബിൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് മുകളിലെ കമ്പനിയിലേക്ക് പോയി F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണും എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഈ ഒരു ഓപ്ഷനാണ് യെസ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് നമ്മുടെ കമ്പനിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള GST ഡീറ്റെയിൽ, നമ്മുടെ GST നമ്പർ കൊടുക്കാം. ഒരു 15 ഡിജിറ്റുള്ള നമ്പർ ആയിരിക്കും GST നമ്പർ ഉണ്ടായിരിക്കുക. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്കിവിടെ മന്ത്ലി കൊടുക്കാം. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വിൻഡോ എൻ്റർ അടിച്ച് കഴിഞ്ഞ് സേവ് ചെയ്തു. ഇപ്പം നമ്മുടെ കമ്പനിയിൽ നമ്മൾ GST എനേബിൾ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് പുതിയൊരു വൗച്ചർ ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്യണത്. അതായത് ക്യാഷ് സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു വൗച്ചർ ടൈപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് എടുത്തു. ഇവിടെ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ഓൾറെഡി ഉള്ള സെയിൽസ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, പുതിയൊരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ നമുക്ക് കൊടുക്കാം ക്യാഷ് സെയിൽസ് കൊടുത്തു. ഇതിൻ്റെ അണ്ടർ എന്താണ് കൊടുക്കേണ്ടത്? സെയിൽസ് ആണ്. ഇതൊരു സെയിൽസ് തന്നെയാണ്. സെയിൽസ് കൊടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമുക്ക് മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിങ്, ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് കൊടുത്തു. ഇനി നമുക്ക് നമ്മളുടേതായ ഒരു ബില്ലിംഗ് നമുക്ക് ചെയ്യണം വിചാരിക്കുക. സെറ്റ് ഓൾട്ടർ നമ്പറിങ് ഡീറ്റെയിൽസ് എസ് കൊടുത്താൽ മതി. ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്പറുകൾ നമ്മൾക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ബിൽ നമ്പറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ തൽക്കാലം നോ തന്നെയാണ് കൊടുക്കുന്നത്. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ചോദിക്കും, പ്രിന്റ് വൗച്ചർ ആഫ്റ്റർ സേവിങ്. അപ്പോൾ നമ്മൾ ഇന്ന് POS ഇൻവോയ്സിങ്ങിനെ, പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ള ഇൻവോയ്സിങ്ങിനെ കുറിച്ചിട്ടാണ് പറയണത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വൗച്ചർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യണോ? അപ്പോൾ ഇവിടെ നമുക്ക് യെസ് കൊടുത്തു. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചോദിക്കും യൂസ് ഫോർ POS ഇൻവോയ്സിങ്. ഇതും നമ്മൾ യെസ് കൊടുക്കണം. എന്നാലേ നമുക്ക് ഈ POS ഇൻവോയ്സിങ് ആക്റ്റീവായിട്ട് വരുള്ളൂ. മെസ്സേജ് ടു പ്രിന്റ്, നമുക്ക് എന്താണ്, നമുക്കൊരു ബില്ല് കിട്ടുമ്പോൾ അതിലൊരു മെസ്സേജ് ഉണ്ടാവുമല്ലോ. ഇപ്പം നമുക്ക് ഇവിടെ കൊടുക്കാം താങ്ക് യു. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം കം അഗെയിൻ. എൻ്റർ അടിച്ചു. ഡീഫോൾട്ട് ടൈറ്റിൽ ടു പ്രിന്റ്, നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. സെറ്റ് ഓൾട്ടർ ഡിക്ലറേഷൻ, ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ ടാലിയിൽ ഡീഫോൾട്ട് ആയിട്ടൊരു ഡിക്ലറേഷൻ ഉണ്ട്. ഇത് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിക്ലറേഷൻ തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. നെയിം ഓഫ് ക്ലാസ്, അപ്പോൾ നമുക്കിവിടെ എന്ത് ക്ലാസ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ്, ഇവിടെ ക്യാഷ് സെയിൽസ് എന്ന് തന്നെ ഞാൻ കൊടുത്തു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കും ഗിഫ്റ്റ് വൗച്ചറുകൾ ഉണ്ടോ, അതായത് നമ്മൾ കൊടുക്കുന്ന ബില്ലിലെ ഗിഫ്റ്റ് വൗച്ചറുകൾ ഉണ്ടോ. അപ്പോൾ വൗച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എസ് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോ കൊടുക്കാം. അതേപോലെ ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടോ നമ്മുടെ പേയ്മെൻറ്റിൽ. നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ബില്ലിങ്ങിൽ നമ്മൾ ഒരു പേയ്മെൻറ്റ് മാത്രമായിട്ടല്ല കൊടുക്കണത്. നമുക്ക് ക്യാഷ് വഴി കൊടുക്കാം, കാർഡ് വഴി കൊടുക്കാം, ഗിഫ്റ്റ് വൗച്ചർ വഴി കൊടുക്കാം. ഒരുപാട് പേയ്മെൻറ്റ് മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഉള്ളതിനൊക്കെ നമ്മളിവിടെ എസ് കൊടുത്തു. അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും നോട്ട് അപ്ലിക്കബിൾ. നമുക്കിവിടെ വെച്ചിട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കിവിടെ നോട്ട് അപ്ലിക്കബിൾ ആണ്. നമുക്കിവിടെ വെച്ചിട്ട് ഓൾട്ട് C അടിച്ച് നമുക്ക് ബാങ്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ SIB ബാങ്ക് കൊടുത്തു. അണ്ടർ നമ്മൾക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട്സിലേക്ക് കൊടുക്കാം. അണ്ടർ ബാങ്ക് അക്കൗണ്ട്സ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തത് ചോദിക്കും ക്യാഷ് വേണോ. അപ്പോൾ ക്യാഷ് നമ്മളിവിടെ എസ് കൊടുത്തു. അപ്പോൾ ഓൾറെഡി ക്യാഷിൻ്റെ ലെഡ്ജർ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ ക്യാഷിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്ക് ഡീഫോൾട്ട് ആയിട്ടാണ് നമുക്ക് സെയിൽസിൻ്റെ ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ലെഡ്ജർ അടിച്ച് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ സെയിൽസ് എന്നത് കൊടുത്തു. അണ്ടർ എന്താണ്, സെയിൽസ് അക്കൗണ്ട്സിലേക്കാണ് കൊടുക്കേണ്ടത്. ഇവിടെ അണ്ടർ സെയിൽസ് അക്കൗണ്ട്സിലേക്ക് കൊടുത്തു. എൻ്റർ അടിച്ചു. GST അപ്ലിക്കബിലിറ്റിയിൽ അപ്ലിക്കബിൾ കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമുക്ക് ഗുഡ്സിലേക്ക് കൊടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമുക്ക് എന്താണ്, എൻ്റർ അടിച്ചു. എൻ്റർ. നമുക്ക് ഇവിടെ ടാക്സുകൾ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം ഔട്ട്പുട്ട് CGST.
ഇവിടെ നമുക്ക് കൊടുക്കാം ഔട്ട്പുട്ട് CGST അണ്ടർ എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. ഇവിടെ നമ്മൾക്ക് അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്ക് കൊടുക്കാം. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് GST കൊടുത്തു. ഇവിടെ CGST കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. നമുക്ക് അടുത്തത് കൊടുക്കാം. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഔട്ട്പുട്ട് SGST അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GSTയിലേക്ക് കൊടുത്തു. ഇവിടെ SGST കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സേവ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ക്രിയേറ്റ് എടുത്തു. ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഐറ്റം നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഞാനൊരു ഐറ്റം അടിക്കുകയാണ്. ഇപ്പോൾ ക്യാമറ എന്നുള്ളൊരു ഐറ്റം അടിച്ചു. എൻ്റർ അടിച്ചു. യൂണിറ്റ് ഞാൻ നമ്പർ കൊടുത്തു. ഇവിടെ ഞാൻ നമ്പർ കൊടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കും യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം. നമ്പറിലേക്ക് നമ്മൾ കൊടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. GST ആപ്ലിക്കബിലിറ്റിയിൽ ആപ്ലിക്കബിൾ കൊടുത്തു. ഇവിടെ നമുക്ക് HSN കോഡ് നമുക്ക് ഇവിടെ കൊടുക്കാം. സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയർ കൊടുത്തു. ഇവിടെ ഞാനൊരു HSN കോഡ് കൊടുത്തു. ഇവിടെ നമുക്ക് റേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയർ. ഇവിടെ ടാക്സബിളിൽ 18% കൊടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ. ഞാനിവിടെ ഓപ്പണിംഗ് ബാലൻസ് ആണ് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 10 കൊടുത്തു. ഞാനിവിടെ ഒരു റേറ്റ് കൊടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ. ഇനി ഞാൻ സെയിൽസിൻ്റെ ഒരു എൻട്രി ചെയ്യാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഞാൻ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ സെയിൽസ് ചെയ്യാൻ നമുക്ക് ക്യാഷ് സെയിലും കാണിക്കും, സെയിൽസും കാണിക്കും. നമ്മൾ ഏതാണ് എടുക്കുന്നത്? ക്യാഷ് സെയിലാണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ ഓട്ടോമാറ്റിക്കലി ഇവിടെ ടാക്സുകളെല്ലാം വന്ന് കിടക്കും. അതേപോലെ തന്നെ ഇവിടെ ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് കിടക്കും. ഇവിടെ നമുക്ക് പാർട്ടീസ് അക്കൗണ്ട് നെയിം നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തു. ഇവിടെ ഐറ്റം ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാമറ കൊടുത്തു. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി ഡിഫോൾട്ട് ആയിട്ട് 1 ആണ് കേട്ടോ വരിക. നമുക്ക് ഇവിടെ റേറ്റ് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് റേറ്റ് കൊടുക്കാം. ഇപ്പോൾ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 28,900 കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ടാക്സുകൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എമൗണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി നമുക്ക് ഇവിടെ ഇപ്പോൾ ക്യാഷിൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. എമൗണ്ട് വന്നിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാർഡ് വഴിയാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് കാർഡായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പേയ്മെൻറ്റ് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 34,102 ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കസ്റ്റമറെ കൊടുക്കുന്ന ക്യാഷ് എന്ന് പറയുന്നത് വിചാരിക്കുക ഇപ്പോൾ ഒരു 34,500 ആണ് കൊടുക്കുന്നത്. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ കണ്ടു ബാലൻസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി കാണിക്കും. 398 രൂപ ഇവിടെ ബാലൻസ് ഓട്ടോമാറ്റിക്കലി കാണിക്കും. ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ പ്രിവ്യൂ കാണിക്കും. ഇവിടെ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വിചാരിക്കുക F4 അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. ടൈം അടക്കം ഇവിടെ കാണിക്കും. ഇനി നമ്മൾ ഒരു കാർഡ് വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു. നമുക്ക് ഒരു സെയിൽസിൻ്റെ ബില്ലും കൂടി ചെയ്യാം. നമ്മളിവിടെ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തു. ഇവിടെ നമുക്ക് ഐറ്റം കൊടുത്തു. ഇവിടെ ഇപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റിയുടെ അവിടെ നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 എണ്ണം കൊടുത്തു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇപ്പോൾ നമുക്ക് 68,204 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കാർഡ് വഴിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ഇവിടെ നമുക്ക് ബാങ്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് എമൗണ്ട് ആയിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ടാണ് കൊടുക്കുന്നത്, കാരണം സ്വൈപ്പ് ചെയ്യാണല്ലോ ചെയ്യണത്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടലായിട്ടുള്ള എമൗണ്ട് കൊടുക്കാം. 68,204 കൊടുത്തു. എൻ്റർ അടിച്ചു. ഇപ്പോൾ നമുക്ക് കാർഡ് നമ്പർ. അപ്പോൾ കാർഡ് നമ്പറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കാർഡ് നമ്പറിലാണെങ്കിൽ നമുക്ക് ഇവിടെ ലാസ്റ്റ് 2 ലെറ്റർ അടിച്ചു കഴിഞ്ഞാൽ മതി. കാർഡ് നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എടുത്തോളും. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ എടുത്ത് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് കാണാൻ F4 അടിച്ചു. അപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് കാർഡ് നമ്പർ എല്ലാതും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്. താങ്ക് യു, കം ബാക്ക് ഇൻ. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു റീറ്റെയിൽ ഷോപ്പ് ബില്ലിംഗ് നമ്മൾ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.